അതുകൊണ്ടാണ് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് കോവിഡാണ് ഏറ്റവും വലിയ ഞാൻ സക്സസ് ആയി എന്താ പറയാ എല്ലാം ക്ലിയർ ആയി സക്സസ് ചെയ്ത പറക്കാൻ പോകുന്നു ചിന്തിക്കുക. 2019 അതുപോലെ അത് റീറ്റെയിൽ ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഞാൻ 2019 നവംബർ 1 എറണാകുളത്ത് തുറന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു റീറ്റെയിൽ തുറന്നു കഴിഞ്ഞാൽ പോപ്പീസ്, കാരണം ഈ സാധാ കടകളിൽ ജസ്റ്റ് ആ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് വിറ്റ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങാൻ വരുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഷോപ്പ് തുറന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ നവംബർ ഡിസംബർ ജനുവരി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ബിസിനസ്സാണ് ആ സ്റ്റോറിൽ നിന്ന് ഒരു മന്ത്ലി വിധിച്ച് 18 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം സെയിൽസ് കൂട്ട്. ആ റീറ്റെയിലിനുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടായി. അതെനിക്ക് മനസ്സിലായി. ബ്രാൻഡ് എന്നുള്ള രീതിയിൽ റീകോൾ ജനങ്ങളിലേക്ക് കൃത്യമായി അത് ട്രസ്റ്റ് ഉണ്ട്. ബ്രാൻഡിനോട് ജനങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. പോപ്പീസ് ജനങ്ങൾ കടകളിൽ ചോദിച്ചു ചെല്ലുന്നുണ്ട്. എൻ്റെ ബിസിനസ് വളരാതിരുന്നത് ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മുടെ കടകളിൽ ചെല്ലുന്ന സമയത്ത് കച്ചവടക്കാർ പോപ്പീസ് വയ്ക്കുമ്പോൾ മറ്റു പ്രൊഡക്റ്റ് മാറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ഗ്രോത്ത് ഇല്ലാതിരുന്നത്. അതിപ്പോൾ ശരിക്കും കറക്റ്റ് റീറ്റെയിലേക്ക് കടന്നു വന്നപ്പം എനിക്കതിൻ്റെ അനുഭവം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ഞാൻ 64 റീറ്റെയിൽ ഔട്ട്ലെറ്റ് സൗത്ത് ഇന്ത്യയിൽ തുറന്നു കഴിഞ്ഞു. ഇപ്പം ഡിസംബർ 30 പോപ്പീസിൻ്റെ അതിനിടയ്ക്ക് ഞാൻ 2021 UK പോയിട്ടൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുറന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഞങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുപോലെ വേറെ കുറേ ഒക്കെ മലയാളീസ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് പോപ്പീസിന് ഞങ്ങൾക്ക് ഒരു നാട്ടിലൊക്കെ വന്ന് കണ്ടിട്ട് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ എങ്ങനെയാണ് പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ എനിക്ക് 25 സ്റ്റോറിൻ്റെ വർക്ക് ഇപ്പം നാളെ ഇനാഗ്രേഷൻ കാലിക്കറ്റ് വരുന്ന ഇനാഗ്രേഷനാണ്. അതുപോലെ താമരശ്ശേരി, ചാലക്കുടി, പയ്യന്നൂർ ആളുകൾ അതുപോലെ ബ്രാൻഡിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ വളർച്ചയുടെ സമയത്തും ഞാൻ അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്താ പറയുക വളരും തോറും ഞാൻ ക്വാളിറ്റിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. ഇതിലേറ്റവും വലിയൊരു എൻ്റെ അനുഭവം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് EBO തുടങ്ങിയ സമയത്ത് ഞാൻ കുട്ടികൾക്കുള്ള സോപ്പ് ഉണ്ടാക്കി. കുട്ടികൾക്കുള്ള സോപ്പ്, ബേബി ഓയിൽ, അതുപോലെ കുട്ടികളെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ഫാബ്രിക് വാഷ്, ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ ഡയപ്പർ ലോഞ്ച് ചെയ്തു. ഇതൊരു FMCG പ്രൊഡക്റ്റാണ്, ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റാണ്. കുട്ടികളുടെ സോപ്പൊക്കെ ആളുകൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങണം. ഡയറക്റ്റ് കുട്ടികളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന പ്രൊഡക്റ്റായിരുന്നു. ഏതായാലും ഞാൻ സോപ്പ് ഇറക്കി. ആദ്യം ആ കോവിഡ് സമയത്ത് ആ സോപ്പ് ലോഞ്ച് ചെയ്യുന്നത് വളരെ സ്ലോ ആയിരുന്നു. ഞാൻ 2 ലക്ഷം സോപ്പ് ഉണ്ടാക്കിയിട്ട് ഏകദേശം 1.5 ലക്ഷം സോപ്പ് ഞാൻ നശിപ്പിച്ച് കളയേണ്ടിയിരുന്നു. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി, നമ്മുടെ കടകളും തുറക്കാത്തതുകൊണ്ട്. ഇന്ന് എനിക്ക് മന്ത്ലി 1 lakh സോപ്പാണ് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡയപ്പർ ഞാൻ മലേഷ്യ എന്നാണ് ഡയപ്പർ ഉള്ളത്. ഞാൻ ഇവിടെ ഡയപ്പർ ഫാക്ടറികളൊക്കെ പോയി നോക്കുന്ന സമയത്ത് ശരിക്കും പേപ്പർ ഡയപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുന്ന അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് നെയിം പറയുന്നില്ല, ആ ബ്രാൻഡിന്റെ ഡയപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അത് പേപ്പർ ക്വാളിറ്റിയാണ്, ഭയങ്കര റഫാണ്. അത് സെയിം സാധനം നമ്മൾ ദുബായിലോ സൗദി അറേബ്യയിലോ പോയി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. നമ്മളിവിടെ ആ സെയിം അവിടുന്ന് കണ്ടിട്ട് ആളുകൾ വന്നിട്ട് ആ ഡയപ്പർ ഇവിടുന്ന് വാങ്ങുന്ന സമയത്ത് അതിന് ഒരു നിലവാരമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടുത്തെ ഫാക്ടറികൾ ആ സെയിം പ്രൊഡക്റ്റാണ് ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറികളാണ് നമ്മുടെ അടുത്ത് ഭൂരിഭാഗം. അങ്ങനെ ഞാനത് മലേഷ്യയിൽ പോയിട്ട് മലേഷ്യയിലുള്ളൊരു കമ്പനിയായിട്ട് ടൈപ്പായിട്ട് ഞാൻ ഡയപ്പർ ഇവിടെ ലോഞ്ച് ചെയ്തു. ഞാനൊരു 5 കണ്ടെയ്നർ എൻ്റെ ഷോപ്പുകൾക്ക് ആവശ്യമുണ്ട്, ജസ്റ്റ് നമ്മുടെ FMCG ലൈനിൽ കൂടി സപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ട് 5 കണ്ടെയ്നർ ഡയപ്പർ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് 25 ദിവസം കൊണ്ട് എൻ്റെ 5 കണ്ടെയ്നർ, ഞാൻ 5 മാസത്തേക്കാണ് 5 കണ്ടെയ്നർ വന്നത്. 25 ദിവസം കൊണ്ട് എൻ്റെ 5 കണ്ടെയ്നർ തന്നു. ഇപ്പം ഞങ്ങൾ എല്ലാ മാസവും ഒരു 3 കണ്ടെയ്നർ 4 കണ്ടെയ്നർ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നു. ഞാൻ ഈ വർഷം അത് 2023-24 ഒരു ഡയപ്പർ ഫാക്ടറി കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയുക 2 രീതിയിൽ അതൊക്കെ നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായി. 2 രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് വിൽക്കുക. അപ്പോൾ നിങ്ങൾ ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പോയിട്ട് പറയാം ഞാൻ ഇതിന് 10% ഡിസ്കൗണ്ട് തരാം, നിങ്ങൾക്ക് ഒരു 3 മാസം ക്രെഡിറ്റും തരാം. ആ രീതിയിൽ ബിസിനസ് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ട്രേഡ് സമയത്ത് ഞാൻ ചെയ്തത് ഡിസ്കൗണ്ട്. എൻ്റെ സെയിൽസ് മാൻ എന്ന് പറയും അവിടെ ഡിസ്കൗണ്ട് വേണം. ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ സെയിൽ ചെയ്തു. രണ്ടാമത്, നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ മെത്തേഡ്, നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ നമ്മളൊരു പ്രൈസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പക്ഷെ അത് നമ്മൾ ഇച്ചിരി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടും. നമ്മൾ ഇച്ചിരി സ്ലിം ആയിട്ടൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ബിസിനസ് ഒന്ന് സ്ലിം ആയിട്ടൊക്കെ പോയി വരും. ഒന്ന് എന്താ പറയുക ആ വിലയിൽ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന റവന്യൂ ഈ പറഞ്ഞ വിലയുണ്ടെങ്കിൽ ആ റവന്യൂ ഒരു പെർസെൻറ്റേജ് നമ്മൾ പതുക്കെ ഇന്ന് പരസ്യം ചെയ്യാൻ വളരെ ഈസി മെത്തേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്.
പണ്ടൊക്കെ ഞാൻ ബ്രാൻഡ് ബിൽഡ് ചെയ്ത സമയത്ത് ബിഗ് ബോസ് ഒക്കെ 3.5 കോടി രൂപയ്ക്കാണ് ബിഗ് ബോസിന്റെ ബ്രാൻഡിങ് എടുക്കുന്നത്. ഇന്ന് ബിഗ് ബോസിന്റെ ആവശ്യമില്ല. ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പരസ്യം കാണിക്കാവുന്ന രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ എന്താ പറയുക അഡ്വാൻസ് ആയി വന്നിരിക്കാം. അങ്ങനെ നമ്മൾ ആ വിലയിൽ പിടിച്ചു നിന്നുകൊണ്ട് ക്വാളിറ്റി, നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇപ്പം ഇദ്ദേഹം ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് 500 രൂപയ്ക്ക് 10% ഡിസ്കൗണ്ട്, അടുത്ത ആൾ അത് 20% ഡിസ്കൗണ്ട് കൊടുത്ത് ഞാൻ നിങ്ങൾ മാറ്റി അടുത്ത ആൾ പ്രൊഡക്റ്റ് എടുക്കും. അതേ സമയത്ത് നമ്മൾ ബ്രാൻഡാണ് ആളുകൾ റീകോള്, അത് ബ്രാൻഡാണ് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ആപ്പിൾ ഐഫോൺ 15 നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അത് എന്നാ ഇറങ്ങുന്നത് വെയിറ്റ് ചെയ്യുക. ആപ്പിൾ ഡിസ്കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഫർ കൊടുത്തോ സെല് ചെയ്യുന്നില്ല. അവർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുക, എനിക്കൊരു എൻ്റെ ഐഫോൺ മാനുഫാക്ചറിങ് 15,000 കോസ്റ്റ് വരുന്നത്, ആ പ്രൊഡക്റ്റാണ് അവർ വിൽക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്കും 1.25 ലക്ഷം രൂപയ്ക്കും വിൽക്കുന്നത്. അപ്പോൾ ഞാൻ വില കൂട്ടി വിൽക്കണമെന്നല്ല പറഞ്ഞത്, ഒരു എന്താ പറയുക ഒരു മാന്യമായ വില, ഒരു അമിതമായ വില ഈടാക്കാതെ ഒരു മാന്യമായ വില ഇട്ടിട്ട് അതിൽ നിലനിൽക്കുക. നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെറിയ വ്യത്യാസം നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിലനിന്നുകൊണ്ട് ആ നിലപാടിൽ നമ്മളെ നിലപാടിൽ ഉറച്ചു കയറുക, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിന് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് അതിൻ്റെ ക്വാളിറ്റി എത്തിക്കുക. എത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് എന്ന നിലയിൽ നമുക്ക് റീകോൾ ഉണ്ടാകും, നമുക്ക് വളരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്തകൾ നിങ്ങൾ അറിയിക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പനി, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ ഞാൻ വിളിച്ചു പറയുന്നത് ഞാൻ 2025 ലിസ്റ്റ് ചെയ്യും, എൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞു ഞാൻ 2025 ലിസ്റ്റ് ചെയ്യും എന്ന് പറയും. അങ്ങനെ 2.5 വർഷം കോവിഡായിട്ട് ഞാൻ ശരിക്കും 250 കോടി ടേൺ ഓവർ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 150 ക്രോസേ ഉള്ളൂ ഇപ്പം. കാരണം കോവിഡ് നമുക്ക് വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്തു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് പ്ലാനിന് ഭയങ്കരമായിട്ട് ബാധിച്ചു. പക്ഷെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു പോയി, ഏത് പബ്ലിക് ഡൊമൈനിൽ